Hello everyone, welcome back to Mary's Street. അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്തിട്ടുള്ളതല്ല, നോർമലായി വേവിച്ചിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണിത്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ, പക്ഷേ ടേസ്റ്റ് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം പീസസ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണിനടുത്ത് ഒരു മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്, അധികം എരിവ് കാണില്ല. ഇനി കുറച്ച് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. ഏകദേശം ഒരു വലിയ നാരങ്ങ ആണെങ്കിൽ പകുതി മതി. ഇതിപ്പോൾ ഒരു മീഡിയം ആയതുകൊണ്ട് ഞാനൊരു 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നിറയെ തൈര് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മളിനി ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യണത് വരെ ഇതിരിക്കട്ടെ. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായി പിടിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. ഈ സമയത്ത് അരി ഒന്ന് കഴുകി വെള്ളത്തിലിടണം. നമ്മളൊരു ഏകദേശം ഒരു തലശ്ശേരി സ്റ്റൈലിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജീരകശാല അല്ലെങ്കിൽ കൈമ എന്നൊക്കെ പറയുന്ന അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അത് നന്നായി കഴുകി ആ വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്ത് സവാളയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്ത് കോരണം. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആദ്യം ഒഴിച്ചത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തിട്ട് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ഒന്ന് വീർത്ത് വന്നാൽ നമുക്കത് കോരി മാറ്റാം കേട്ടോ. ഒട്ടും കരിയാതെ ശ്രദ്ധിക്കുക. ബിരിയാണി എത്ര നല്ലതാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് മാറ്റുന്ന ഒരു പ്രധാന കാര്യമാണ് ഇത് സവാള അതുപോലെ ഇതൊക്കെ വറുക്കുമ്പോൾ കരിഞ്ഞു പോയാൽ മൊത്തം ബിരിയാണിയുടെ ടേസ്റ്റേ പോവും. അതുകൊണ്ട് ഇതൊക്കെ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതങ്ങ് വറുത്ത് കോരി മാറ്റിയിട്ട് ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 സവാള, ഏകദേശം മീഡിയം വലുപ്പത്തിനേക്കാളും ഒരു ഇച്ചിരി കൂടെയുള്ള 2 സവാള എടുത്തിട്ട് നല്ല തിൻ സ്ലൈസസ് ആക്കി അതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി കഴിഞ്ഞാൽ ഓരോരോ അല്ലിയായിട്ട് പെട്ടെന്ന് അതങ്ങ് ആയി കിട്ടും. അത് നമ്മൾ ഓയിലിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ്, ഞാനിപ്പം എണ്ണയിലേക്ക് ചേർക്കുന്നത് കൊണ്ട് പൊടിയുപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് പഞ്ചസാര. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മൾ ഈ സവാള ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതൊന്ന് ചേർത്ത് ഇത് കറക്റ്റ് പരുവത്തിനൊന്ന് മൊരിച്ചെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവം മതി. ഒരുപാട് ലൂസായി നല്ല കരിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നിട്ട് അതൊന്നും കൂടെ മൊരിയും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് മതിയിട്ട് ഒരുപാട് അങ്ങ് മൊരിച്ച് ബ്ലാക്ക് കളറാക്കി കളയരുതേ. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഓയിലിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കുവാണ്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത് ചേർത്ത് ഒന്ന് നന്നായി വഴറ്റാം നമുക്ക് കേട്ടോ. ഇതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ. ഇഞ്ചി അത്യാവശ്യം വലിയ കഷ്ണമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായി മൊരിഞ്ഞ് കഴിയുമ്പോൾ 2 വലിയ സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് സ്ലൈസസ് ആക്കിയിട്ട് ഈ മസാലയുടെ കൂടെ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ സവാളയിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നന്നായിട്ട് ആ ക്വാണ്ടിറ്റി കുറഞ്ഞു സവാളയുടെ. നന്നായിട്ട് വഴന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ.
മെയിനായിട്ട് ഇതിന് എരിവുള്ളത് പച്ചമുളകെന്നാണ്. മുളക് പൊടി ഒരു കളറിന് വേണ്ടി ജസ്റ്റ് ചേർക്കുന്നതാണ് കേട്ടോ. അതും കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് മെയിനായിട്ട് വരുന്നത്. ഇനി മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ നോർമലി നമ്മൾ ഗരം മസാല പൊടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനകത്തേക്ക് തക്കോലവും അതുപോലെ ജാതി പത്രിയും എല്ലാം ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ 1.25 ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. പൊടികൾ നന്നായിട്ട് വഴറ്റുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ മസാലയ്ക്ക്. 2 വലിയ പഴുത്ത തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് എങ്ങനെയായാലും കട്ട് ചെയ്താൽ കുഴപ്പമില്ല, കാരണം ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോയിക്കോളും. നമ്മുടെ ആ മസാലയുടെ കൂടെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോയിക്കോളും. അപ്പോൾ കുഴപ്പമില്ല എങ്ങനെ അരിഞ്ഞാലും. ഇനി നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കണ്ടില്ല, ആ തക്കാളി ഒന്നും കാണാത്ത പരുവത്തിന് അങ്ങ് നല്ല ഉടഞ്ഞു കിട്ടുന്ന പരുവത്തിന് അത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് തൈര് ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർക്കുന്നത്. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോലെ ആയി പോകും കേട്ടോ. തൈര് ചേർത്തതിന് ശേഷം നന്നായി അതൊന്ന് തിളയ്ക്കുന്ന ബബിൾസ് ഇങ്ങനെ വരുന്നത് വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇനി നമ്മൾ കുറേ അധികം മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ ഒരു പിടിയോളം മല്ലിയിലയും അതുപോലെ കുറച്ചൊരു 2-3 പിഞ്ച് പുതിനയിലയും ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കുകയാണ്. ഈ സമയം കൊണ്ട് ഇതിലേക്ക് നന്നായിട്ട് ആ ഒരു ഉപ്പും അതെല്ലാം നന്നായി പിടിച്ച് കാണും. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഏകദേശം ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവി ആവശ്യമില്ല. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എന്നാലും ഇത്രയും ഗ്രേവിയുടെ ആവശ്യമില്ല. കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അത് ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. വെള്ളം വറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേകാനുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതൊന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. അതിന് മുന്നേ ഇതിലേക്ക് ഒരു ഇച്ചിരി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്നൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഈ മസാലയ്ക്ക്. നമ്മൾ അല്ലെങ്കിലും ലെയർ ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ചിടും, എന്നാലും ഈ സമയത്ത് ഇടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോഴേക്കും അതൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് വറ്റിക്കണ്ട, കുറച്ചൊന്ന് സെമി ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഞാൻ രണ്ടും മിക്സ് ചെയ്താണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഓയിൽ മാത്രമോ അല്ലെങ്കിൽ നെയ്യ് മാത്രമോ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള മസാലകൾ ചേർത്തു. കണ്ടില്ല, ഒരു 3-4 ഏലക്ക, 3-4 കറിയാമ്പൂ, 2 കഷ്ണം പട്ട, ഒരു തക്കോലം, അതുപോലെ പെരിഞ്ജീരകം, ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം. അതൊന്ന് ചേർത്ത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സവാള ചേർത്താലും മതി, ഒരു ചെറിയ സവാള ഇട്ടാലും മതി. ഞാനിപ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളി ചേർത്തിട്ട് അതൊന്ന് വഴറ്റുക കേട്ടോ. ഒരുപാട് ലൈറ്റ് ബ്രൗൺ ആവാനൊന്നും നിൽക്കേണ്ട. ഒന്ന് വാടി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഞാനൊരു 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ജീരകശാല അരി 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി അരി ഒന്ന് ചെറുതായി വറുത്തെടുക്കാം. ഒരുപാട് നേരമായിട്ട് വറുക്കണ്ട, ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എന്തായാലും. കണ്ടില്ല, ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്, അതങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് അരി ഒന്ന് അങ്ങനെ ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ അരി വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 4.5 കപ്പ് വെള്ളമാണ് ആവശ്യം 3 കപ്പ് അരിക്ക്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ. പിന്നെ അതിൽ നിന്ന് ഒരു ഇച്ചിരി കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് തിളയ്ക്കുന്നതൊക്കെ സമയത്ത് ഒന്ന് വറ്റാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു 1/4 കപ്പോ 1/2 കപ്പോ വെള്ളം എക്സ്ട്രാ ചേർക്കാം.
ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, അടി കൂട്ടി ഇളക്കുക. കാരണം ആ അരി അടിയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇളക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കറിയാമല്ലോ, ഇതുപോലെ റൈസ് ഇങ്ങനെ ഇടുമ്പോൾ ആ വെള്ളത്തിന് ഒരു ഇച്ചിരി ഉപ്പ് കൂടുതൽ ഉണ്ടാവണം, എന്നാലാണ് കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുക. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇത് തിളയ്ക്കുന്നത് വരെ ഒരു ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലും ഇട്ടതിന് ശേഷമാണ് കുക്ക് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാതെ അടച്ചു വെച്ച് കുക്ക് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതാ ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഒരു ചെറിയ വെള്ളമായി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതങ്ങ് ഓഫ് ചെയ്തിടുമ്പോൾ അതങ്ങ് പൊയ്ക്കോളൂ കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് ലെയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ പാന് നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം അതങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം നമ്മുടെ മസാല ലെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒറ്റത്തവണയായിട്ട് ലെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ കറി ഉണ്ടാക്കിയ പാത്രം ആവശ്യത്തിന് വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്താലും മതി, മുകളിലേക്ക് റൈസ് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ആ മസാല എല്ലാം അങ്ങ് നിരത്തി കൊടുത്തു. കാരണം ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ നിങ്ങൾ അധികം ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയിലും പകുതി ചിക്കൻ ഇപ്പോൾ ചേർക്കുക. ഇനി റൈസ് ഒരു ലെയർ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ ചേർക്കുക. ഞാനിപ്പം അധികം ഇല്ലാത്തത് കൊണ്ട് അങ്ങ് മുഴുവനെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മുടെ സവാള വറുത്തതും സംഭവങ്ങളൊക്കെ ഇട്ടു. പിന്നെ പുതിനയില ഞാനിപ്പോൾ മൊത്തത്തിൽ അങ്ങ് ചേർക്കുകയാണ് കേട്ടോ ചിക്കൻ്റെ മേലേക്ക്. കാരണം പുതിനയില ഈ റൈസിൻ്റെ ഇടയിൽ വരുമ്പോൾ ഒരു പ്രത്യേക നല്ല ടേസ്റ്റ് ആയിരിക്കില്ല വരിക. അതുകൊണ്ട് മല്ലിയില കുറച്ച് മാത്രം ഇട്ടു, പുതിനയില മൊത്തത്തിൽ ആ ചിക്കനിലേക്ക് ചേർത്തു കേട്ടോ. ഇനി നമുക്ക് റൈസ് ലെയർ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനും നമുക്ക് എത്ര പേരുണ്ട് വീട്ടിൽ ആ ഒരു ഇതിനാണല്ലോ നമ്മൾ ഈ അളവൊക്കെ ശരിയാക്കി എടുക്കുക. അപ്പം ഇതെന്ന് പറഞ്ഞൊരു 3 കപ്പ് അരിയും അതുപോലെ 1 കിലോ ചിക്കനും. അപ്പോൾ ഒരു ചെറിയ ലെയർ റൈസ് ഇട്ടതിന് ശേഷം നമ്മുടെ സവാള അതുപോലെ മുന്തിരിയും കശുവണ്ടിയും വറുത്തതും മല്ലിയിലയും ഇത്രയും ചേർത്തു. ഇനി നിങ്ങൾക്ക് മസാല കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മസാലപ്പൊടിയും ഈ സമയത്തൊന്ന് തൂക്കി കൊടുക്കാം. ഞാനങ്ങനെ ചേർക്കുന്നില്ല കേട്ടോ. ഇനി അടുത്ത ലെയർ റൈസ് ഇടുവാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണേ. ഇപ്പം ഏകദേശം മുഴുവൻ അരിയും ചേർത്തിട്ടുണ്ട്. ഞാനിപ്പം മുഴുവൻ സവാളയൊന്നും ഇതിൻ്റെ മേലേക്ക് ചേർക്കുന്നില്ല. നമുക്ക് ദം ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ചേർക്കാം. കുറച്ച് മാത്രം സവാളയും ഇതും പൊരിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് ദം ചെയ്യാം. ദം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സ് ഇല്ല. ഇത് അടച്ചു വയ്ക്കുക. അതിൻ്റെ ഹോളൊന്ന് ഒരു ടിഷ്യൂ പേപ്പറോ ഒരു കറിയാമ്പോ എന്തെങ്കിലും കൊണ്ട് ആ ചട്ടിക്ക് മൂടിക്ക് ഹോളുണ്ടെങ്കിൽ അതൊന്ന് അടയ്ക്കുക കേട്ടോ. അപ്പോൾ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. എന്നിട്ടാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ തീ നന്നായി കുറച്ച് നമ്മുടെ ഈ ലെയർ ചെയ്തിരിക്കുന്ന പാത്രം ആ പാനിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, അടച്ചു വയ്ക്കുക. അതിന് ശേഷം ആ ഹോളും ഒന്ന് അടയ്ക്കുക കേട്ടോ. നമ്മുടെ മൂടിയിൽ ഹോളുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഒന്ന് അടച്ചു കൊടുക്കുന്നത്. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റോളമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മൂടി നന്നായി ചൂടായിട്ടുണ്ടാവും. ആ ഒരു പരുവത്തിന് ദം ചെയ്തെടുക്കാം. ഇനി നമ്മളത് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അടിയിൽ നിന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. ചിക്കൻ്റെ ആ മസാലയും ഇതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു സൈഡ് കണ്ടില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. എന്നാൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ല, അതും കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളിങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മെയിനായിട്ടും ഒരുപാട് അങ്ങ് ഓവർ സ്പൈസി ഒന്നും അല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു സാലഡും അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കുശാലായി. ഞാനിപ്പോൾ ഇവിടെ തൈരും നമ്മുടെ സാധാരണ തക്കാളിയും സവാളയും പച്ചമുളകും ചേർത്തിട്ടുള്ള ഒരു സാലഡും അതുപോലെ നാരങ്ങയുടെ അച്ചാറുമാണുള്ളത്.
അത് നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ. പപ്പടവും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങ് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുവാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.